എടി അമ്പി ഈ പോരെ വാ ഇതേലൊരെണ്ണം പിടിപ്പീരേ വാ എനിക്ക് വേണ്ട പാപ്പച്ചായ. വാടി എന്നിട്ട് മൊത്തം മ്ലാനതാ ഏയ് ഒന്നുമില്ല. വേണ്ടേ പാപ്പച്ചായൻ എന്നെ എന്നാ വിളിച്ചേ? അമ്പീന്ന് നിനക്ക് ഇഷ്ടായില്ലേ? എന്റെ ഭർത്താവ് എന്നെ അമ്പീന്നാ വിളിക്കുന്നേ. അതെന്നാടി പെണ്ണെ, നിന്റെ ഭർത്താവിന് മാത്രം ആ പേര് അങ്ങോട്ട് എഴുതി തന്നിരിക്കുകയാണോ? അരുത്, അദ്ദേഹത്തെ വെറുതെ വിട്ടേക്ക്. അതും ഇതും എന്റെ സ്വകാര്യതയാ. അതൊക്കെ പോട്ടെ. നിന്റെ ഈ ഭർത്താവ് ഗൾഫിൽ പോയിട്ട് എത്ര ആളായി? 3 വർഷം. ശ്രീധരൻ ചേട്ടൻ നിർബന്ധിച്ചപ്പോ ഞാൻ തെറ്റി ശരി നോക്കിയില്ല. ഇത്രയും നാള് മനസ്സിൽ വെച്ചിരുന്നത് ശമിപ്പിക്കണം, അത്രേ ഉദ്ദേശിച്ചുള്ളൂ. അത് പിന്നെ 4 ദിവസം നിന്നേ പറ്റൂ, എല്ലാം ഭദ്രമായിരിക്കുമെന്ന് ശ്രീധരൻ ചേട്ടൻ എന്നോട് പറഞ്ഞപ്പോ ചില ദിവസങ്ങളിൽ മടുപ്പ് അനുഭവിക്കുമ്പോ എന്റെ കൂട്ടുകാരിയുടെ വീട്ടിൽ പോയി നിൽക്കാറുണ്ട്. അങ്ങനെ ഒരു കള്ള എന്റെ ഭർത്താവിന്റെ അമ്മയോട് പറഞ്ഞു. ഞാൻ എത്രാമത്തെയാ പാപ്പച്ചായന്റെ ലിസ്റ്റിൽ? ഇതിന്റെയൊക്കെ ലിസ്റ്റ് ആര് നോക്കുന്നത്? കള്ളൻ. പിന്നെ നീ അപ്പൊ പോയല്ലേ? അതെ, ഉച്ചയ്ക്ക് മുന്നേ വീട്ടിലെത്തണം, അല്ലെങ്കിൽ ഞാൻ പാപ്പച്ചായന്റെ കൂടെ വരേണ്ടി വരും. ഇനി ആരുടെയും കൂടെ പോകരുത്, പക്ഷേ ഞാൻ വിളിക്കുമ്പോ വന്നേക്കണം. പാപ്പച്ചായ അച്ചായ കുച്ചായ ഓടി. രാജേഷേ, ആ പാലാ പാപ്പച്ചന്റെ റൂമിലേക്ക് ഒരു ഫിഷ് കറി മീൽസ് വേഗം കൊടുത്തേരെ. ആ ചേട്ടനാ, വാ ഓരോന്ന് ഒഴിക്കട്ടെ. തുടങ്ങിയോ? ഇരിക്കെ. ഞാൻ ശ്രീധരേട്ടനോടൊരു കാര്യം ചോദിച്ചോട്ടെ, പല പ്രാവശ്യം ചോദിക്കണമെന്ന് തോന്നിയിട്ടുള്ളതാ. ചോദിച്ചോ. ഈ കൂട്ടിക്കൊടുക്കുന്നതില് എന്തെങ്കിലും കുറ്റബോധം ഉണ്ടോ? അല്ല, ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. ഇല്ല, ഒരു കുറ്റബോധവും ഇല്ല. ജീവിക്കണം, കൂടെയുള്ളവർ ജീവിപ്പിക്കണം. എന്റെ മോടെ പഠിപ്പ് മുടങ്ങരുത്. അങ്ങനെ ചിന്തിച്ചാൽ എവിടാ കുറ്റബോധം? കല്യാണം എന്നൊക്കെ പറഞ്ഞ ഒരു സമയവാ, അത് അതിന്റെ സമയത്ത് നടക്കത്തുള്ളൂ അല്ലെ? കുറിപ്പ് എനിക്കിട്ടൊന്ന് താങ്ങിയതാണല്ലോ. എന്റെ പൊന്നു തമ്പുരാനെ, അങ്ങനെ കരുതല്ലേ. ജ്യോത്സ്യപ്രകാരം അങ്ങനെ ഒരു ചൊല്ലുണ്ടല്ലോ, അതുകൊണ്ട് പറഞ്ഞതാ. അത് പറഞ്ഞപ്പോഴാ ഓർത്തത്, നമുക്കൊരു ജ്യോത്സ്യനെ കാണണ്ടേ ഭദ്ര? അവനിങ്ങി വരട്ടെ ചേച്ചി, നമുക്ക് നോക്കാം. അല്ല, വിഷ്ണു കുഞ്ഞ് ബോംബെയിലെ കോൾഗേറ്റ് കമ്പനിയുടെ മാനേജർ അല്ലേ? അതിന് പറ്റിയ പെമ്പിള്ളാരെ ആരെങ്കിലും ആലോചിച്ചാ അവർക്ക് ഈ പട്ടിക്കാട് വല്ലതും ഇഷ്ടപ്പെടുവോ? എന്റെ തമ്പുരാനെ, ഈ ഇല്ലൊക്കെ അങ്ങോട്ട് വിറ്റിട്ട് വല്ല ടൗണിലും പോയി നല്ല വീടെടുത്ത് അങ്ങോട്ട് താമസിക്കും. എനിക്ക് ഇതൊക്കെ മതിയടോ. അയ്യോ, അവന്റെ കാര്യമല്ലേ, അവൻ വരട്ടെ നോക്കാം. എന്നാ പിന്നെ ഞാനങ്ങോട്ട്. ശരി. പാവം, ഇവിടുന്ന് കിട്ടുന്നതുകൊണ്ടാ അയാളുടെ കുടുംബം കഴിയുന്നത്. ചേച്ചി ഒന്നും കൊണ്ടും വിഷമിക്കണ്ട, അവൻ അറിയിക്കണതിലും കൂടുതൽ ഞാൻ കൊടുക്കുന്നുണ്ട്. അതല്ലേ അവൻ നോക്കിയും കണ്ടുമൊക്കെ ഇവിടെ നിൽക്കുന്നത്.
എന്താ സീതര പ്രോഗ്രാം? ഒരു ചെറിയ കേസ് കേട്ടുണ്ട്. ചെറുക്കനും പെണ്ണും സ്നേഹത്തിലാ. ആ. നമ്മൾ ഇടനില നിന്ന് സ്ത്രീധനം ഉറപ്പിച്ചു കൊടുത്താൽ മതി. പക്ഷെ ഇപ്പൊ സ്നേഹത്തിനൊന്നും വിലയില്ലല്ലോ. കാലത്തിന്റെ പോക്ക് അങ്ങനെയല്ലേ? അത് സത്യമാണാ പറഞ്ഞത്. ഈ ബീറോ വന്നതുകൊണ്ട് നിങ്ങൾക്കൊരടിയായല്ലേ? അങ്ങനെയും പറയാം. അറിയാവുന്ന തൊഴിലല്ലേ ചെയ്യാൻ പറ്റൂ. എടാ ശ്രീധര, ഉം. എങ്ങനെയാണ് നിന്റെ പോലീസിന് ജോലി പോയത്? അതൊക്കെ വലിയ കഥയാ, പിന്നെ പറയാം. ഓ, എന്റെ ഭഗവാനെ, ഈ ഇല്ലത്തിന് പുറകിലുള്ള ഈ നിലവറയും ഈ കടലുമാണ് എന്റെ ഐശ്വര്യം. കാത്തോളണേ. പറയുന്നുമില്ലല്ലോ. കാത്തോളണേ ഭഗവാനെ. മുതലാളി, ആ എടോ കുറുപ്പേ, എന്തോ? പുതുമന ഇല്ലാത്ത കാര്യസ്ഥനായതുകൊണ്ടാണ് ഇയാളെ ഞാൻ എൻ്റെ ബിസിനസ്സിൽ കൂടെ കൂട്ടിയത്. ഏതാ എടോ, എന്റെ ബിസിനസ്സിന് പറ്റി ഇതുപോലൊരു സ്ഥലം കേരളത്തിൽ വേറെ ഇല്ല. ശരിയാ മുതലാളി. കടൽ തീരത്തിന്റെ സമീപം നിൽക്കുന്ന ഇല്ലം. ഇടവരാ ഇല്ലം വിറ്റിരുന്നെങ്കിൽ ഞാൻ അതിനെ പൊളിച്ചു കോപ്പിൽ റിസോർട്ട് ഉണ്ടാക്കിയനെ. ഏതാ? ഓ, അവരതൊന്നും വിൽക്കത്തില്ലെന്നേ. അയാളുടെ പൂത്ത പണമല്ലയോ. പിന്നെ ഞാനിപ്പോ ഇവിടെ ഉണ്ടല്ലോ, നമുക്ക് എങ്ങനെ ഈ ബിസിനസ് അങ്ങ് ചെയ്യാന്നേ. എടോ, ഓ. ഇത് നമുക്ക് കിട്ടിയതിൽ വെച്ച് ഏറ്റവും വലിയ കച്ചവടാ. ദേ, സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. ഉറപ്പായിട്ടും. ആ, അപ്പൊ കുറുപ്പ് പോയിക്കോ. ഓ, ആയിക്കോട്ടെ മുതലാളി. കുറുപ്പ് അറിയാം.